ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും കൂടി ഒരു സമരം നടത്തിയത് നിങ്ങൾ അറിഞ്ഞല്ലോ. സത്യാഗ്രഹ സമരം കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി, അതുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നവർക്ക് രാഷ്ട്രീയമായി കാണാം, അല്ല രാഷ്ട്രീയമായിട്ടല്ല ഒരു സാധാരണക്കാരന്റെ അഭിപ്രായമായിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കാണാം. അത് എങ്ങനെ ഏത് ഏത് കണ്ണിൽ കാണണമെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമായിട്ട് ഞാൻ നിങ്ങളിലായിട്ട് വിട്ടുതരികയാണ്. എൻ്റെ വീഡിയോ എന്തായാലും 100 പേര് കൂടുതൽ കാണുന്നവർ കാണില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഈ പറയുന്ന ഈ സമരം നടത്തിയ ഈ മന്ത്രിയോടും മന്ത്രിയെ പിന്താങ്ങിയവരോടും എല്ലാം ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല? ഏതെങ്കിലും സാധാരണ ഒരു ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെ പ്രതിഷേധിക്കാനും മുന്നോട്ട് നിയമപരമായ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ മുന്നോട്ട് പോകാനുള്ള എല്ലാ നിയമങ്ങളും ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ കീഴിൽ, ഒരു ഏകാധിപതിയുടെ കീഴിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം കേന്ദ്ര ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാ വികസനത്തിനും മുരടിപ്പിനും കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പ്, തെളിവും, എവിഡൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നത് സാധാരണക്കാരനായ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവനന്തപുരത്ത് ഇമാതിരി സമര പ്രഹസനങ്ങൾ നടത്തി സാധാരണക്കാരന്റെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നാണ് എനിക്ക് ഈ ഗവൺമെന്റിനോടും ഈ മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയെ പിന്താങ്ങുന്നവരോടും ചോദിക്കാനുള്ളത് കേട്ടോ.